ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെ? ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ്, നിർത്താണ്ട് പെയ്യണ മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫ് അല്ലേ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു 25ഓളം കിച്ചൺ പ്രൊഡക്ട്സ് ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ 6:30 ആവാനായിട്ടോ, 6 മണി കഴിഞ്ഞ് 6:30 ആവാനായിക്കണ്. അപ്പോൾ ഇതിപ്പോൾ ഈ സമയത്ത് എന്താ ഒരു അൺബോക്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം വിചാരിച്ചിട്ട് നാളെ രാവിലെ ഒന്ന് സമാധാനത്തോടെയൊക്കെ ഇരുന്നിട്ട് അൺബോക്സിങ് ചെയ്യാമെന്ന്. പക്ഷേ നടക്കൂല സംഗതി. ക്ഷമ എന്ന് പറയുന്നത് നമ്മളെ കയ്യിലില്ലെങ്കിൽ അങ്ങനെയാണല്ലേ. ഒന്നാമത് ഈ കൊറിയർ ഓഫീസിൽ വന്നിട്ട് ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ പോയി വാങ്ങണത്. അതും ഞാൻ കച്ചറുണ്ടാക്കിയിട്ടാണ് ഞാനും ഏട്ടനും കൂടി പോയി വാങ്ങണത്. 2 ദിവസം നല്ല മഴയേനല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നാളെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാണ്ട് ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ പാഞ്ഞ് കയറി പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ച് ഞാൻ ആ ഒരു ക്ഷമ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ളതെന്നൊന്നും അറിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തേത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് നോക്കല്ലോ. അപ്പോൾ സംഗതി ഇതിൻ്റെ റൂട്ട് എവിടുന്നാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ കണ്ണൂരാണ് ഇവരെ ഷോപ്പ് വരുന്നത്. ഗ്രോ സ്റ്റോർ എന്നുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഓഫ്ലൈനായിട്ടാണെങ്കിൽ കണ്ണൂരുള്ള ആൾക്കാരൊക്കെയാണ്, അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പം ഞാനൊരു സാധനം കാണിച്ചു തന്നു കഴിഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന സാധനമുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഒരു പേടിയും വേണ്ട, വിശ്വസ്തയോടെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വരെ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ചില പ്രൊഡക്ട്സ് ഉണ്ട്, ചില സൈറ്റിൽ ഇതുപോലെ സാധനങ്ങൾക്ക് വില കുറവാണ്. ഇപ്പോൾ ഒരു 5 രൂപേൻ്റെ സാധനമാണെങ്കിലും 5 രൂപ സാധനത്തിനുള്ളതുണ്ടെങ്കിലും കൊറിയർ ചാർജ് ചിലപ്പം 90-100 വരും അല്ലേ. പക്ഷേ അങ്ങനെയുള്ള ഒരു പറ്റിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. 500 രൂപക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങിയാൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. 500 രൂപേൻ്റെ താഴെയാണ് ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ വേണ്ടതെന്നുണ്ടെങ്കിൽ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം നമ്മളെ വീട്ടിലെത്തും എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ലാഭമാണ്, എങ്ങനെ നോക്കിയാലും ലാഭമാണ്. കൊറിയർ ചാർജിൻ്റെ കാര്യത്തിൽ 40 രൂപയ്ക്ക് നമുക്ക് ഒരു സ്ഥലത്ത് പോയി വരാൻ കഴിയും. ഇപ്പോഴത്തെ കാലത്ത് ഓട്ടോറിക്ഷയ്ക്കും ബസ്സിനൊക്കെ ആയിട്ട് എത്ര എണ്ണി കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങൾ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് മുമ്പേ ചെറിയൊരു ഡിസ്ക്ലൈമർ ആയിട്ടല്ല, നമുക്ക് അറിയാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും മനസ്സിലുള്ള കാര്യമാണ്. പക്ഷെ ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയണമെന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു 100 രൂപേൻ്റെ സാധനം, ഒരു 1000 രൂപേൻ്റെ സാധനം വെച്ചിട്ട് 100 രൂപയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല അല്ലേ. അപ്പം 100 രൂപേൻ്റെ സാധനത്തിന് അത് നമുക്ക് കൊടുക്കുന്ന പൈസ വേർത്താണോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് 100% പറയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചായയുടെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടി പൊട്ടിക്കലും ചായ പരിപാടിയും, നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പം മധുരക്കിഴങ്ങ് വാങ്ങിനി ഞങ്ങൾ വരുമ്പോൾ. അപ്പം മധുരക്കിഴങ്ങും കുക്കറിലുണ്ട്, ഇപ്പുറത്ത് ചായയും വെച്ചിക്കണം. അതായിക്കഴിഞ്ഞാൽ നമുക്ക് ചായയും കുടിക്കുക, അതിൻ്റെ ഇടയ്ക്ക് പെട്ടി പൊട്ടിക്കലും നടക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ്, ഒരു 25ഓളം പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1629 രൂപയാണ് ഇതിൻ്റെ ബില്ല് വന്നത്. അപ്പോൾ അതിൻ്റെ 25ഓളം പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അതിലൊക്കെ കുറവിലാണ് നമുക്ക് മീഷോ തരുന്നതില്ലേ. അപ്പോൾ മീഷോനേക്കാളും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണ്ണ് തള്ളിപ്പോവില്ലേ. ഉറപ്പായിട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇത് സത്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ താരം എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് റാക്കാണിത്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ നമുക്ക് അധികം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഇത് അറിയാൻ മതിയാവും. പക്ഷേ ഇതിൻ്റെ വിലയാണ് ഇപ്പോൾ നിങ്ങൾ ഞെട്ടിക്കാൻ പോണത്. 49 ഉറുപ്പ്യേ കേട്ടോ ഒന്നിന്. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷെൽഫിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിപ്പം മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങൾ, കുട്ടികളെ ക്ലിപ്പ്, ടിക്ക് അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും ഇപ്പോൾ മുട്ടയൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന, അങ്ങനെ പല രീതിയിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് റാക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വരുന്നത്
എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കട്ടെ. അപ്പം നിങ്ങൾക്ക് വിലയാണെങ്കിലൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വിലയും കാര്യങ്ങളും ഇതിൻ്റെ ഇമേജ് ഒന്ന് എടുത്തിട്ട് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ മീഷോയിലൊക്കെ ഒന്ന് സെർച്ചിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോ, അത്രയ്ക്ക് വില കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഒരു ഹോൾഡറാണ്, ടവൽ ഹോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. മൂവബിൾ ആയിട്ടുള്ള ഹൂക്സ് വരുന്ന ആ ഒരു ടൈപ്പ് ഹോൾഡറാണ് കേട്ടോ. എന്നാൽ പിടിച്ചോളി നമ്മളെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇതാ, ഇവരാണ് നമ്മളെ മൂന്നാമത്തെ ആള്. അപ്പോൾ ഇത് അധികം ആൾക്കാരെ കാർട്ടിൽ ഉള്ളൊരു സംഗതി ആയിരിക്കും അല്ലേ. കാർട്ടിൽ മാത്രം അവനെ ഒതുക്കി കൂടാൻ കാരണമുണ്ട്, ഇതിന് പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് പിന്നെ വാങ്ങാം, അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ വേർത്താണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ആ ഒരു സംഗതികളൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു സാധനമായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഡിസ്പെൻസർ വിത്ത് സ്പോഞ്ച് ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഭയങ്കര ഗംഭീര പേരാണ് അല്ലേ, അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് കണ്ണും പൂട്ടി വാങ്ങാൻ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹൈജീനായിട്ട് നമ്മളെ പാത്രം കഴുകുന്ന സ്പോഞ്ചും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഈ ഒരു ഡിസ്പെൻസറിൻ്റെ വില വരുന്നത് 90 കേട്ടോ, വിത്ത് സ്പോഞ്ചാണ്. 90 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടണത്. ഇനിയിപ്പോൾ നമ്മളെ നാലാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ബൗളാണ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 97 കേട്ടോ. 97 രൂപയ്ക്ക് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ വാഷിംഗ് ബൗളാണ് കേട്ടോ. വാഷ് നമുക്ക് അരി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ വാഷ് ചെയ്തിട്ട് സ്ട്രെയിനറും കൂടി ഇതിൽ വരുന്നുണ്ട്, ഒരു അരിപ്പ പോലത്തെ ഭാഗമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് അരിക്കാൻ വേണ്ടി വേറെ അരിപ്പും തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതൊരു പൊള്ളി ഐറ്റാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച സംഗതിയാണ്. അപ്പോൾ ഇത് നമ്മളെ തേടി ഇങ്ങോട്ട് വന്നിക്കണം. അപ്പോൾ വില കൂടുതലായതുകൊണ്ട് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ഒരു ശങ്കയിൽ നിൽക്കേനി. അപ്പോൾ എന്തായാലും ഇത് ഗ്രോസ് സ്റ്റോറിൽ 89 രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത്. അത്യാവശ്യം നല്ല വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ള ഒരു ക്ലോത്താണ്. അപ്പോൾ ഇത് വാട്ടർ അബ്സോർബൻ്റ് ആയിട്ടുള്ള, ഇതിൻ്റെ പേര് മാജിക് ടവൽ എന്നാണ്. പേര് പോലെ തന്നെ മാജിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. തുടച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു കലയില്ലാണ്ട് നമുക്ക് ഗ്ലാസ് ആയിട്ട് ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കാറിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെ ഡൈനിങ് ടേബിൾ, ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചെടുക്കണമെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ട് വേർത്തായിട്ട് നമ്മളെ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പ്രൊഡക്റ്റാണ് കേട്ടോ. ഇവളിതിപ്പോൾ എന്താണ്ട് കുത്തിന്നിട്ടായി പറയണേന്നായിരിക്കും, പക്ഷേ ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇത് അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് അത് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയണത്. അപ്പം നമുക്ക് ഈ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ആറാമത്തെ അല്ലേ. അപ്പോൾ ആറാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കത്തിയൊക്കെ മൂർച്ചയാക്കുന്ന ഷാർപ്പനറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ പ്രൊഡക്റ്റാണ്. ഈ കത്തിയാണ് നമ്മൾ അധിക വീട്ടമ്മമാർ ഈ സമയം അടുക്കളയിൽ അങ്ങോട്ട് കളയണ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. മൂർച്ചയില്ലാത്ത കത്തി അടുക്കളയിൽ ഉണ്ടെങ്കിൽ എത്ര പണിയെടുത്താലും തീരൂല അല്ലേ. ഒരു 139 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇവൻ അങ്ങോട്ട് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങി വെച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കേണ്ടത് നമ്മൾ തന്നെ മുറിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല മൂർച്ചാവും കത്തിയൊക്കെ. അപ്പോൾ അത് കയ്യും വിരലൊന്നും മുറിഞ്ഞു പോകാണ്ടിരിക്കണത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ പണികളൊക്കെ വേഗം ഷടപടയെ നമുക്ക് തീർക്കാൻ പറ്റും. നമ്മളെ അരിയലും പിടിക്കലൊക്കെ ആണല്ലോ അടുക്കളയിൽ അധികമുള്ള പണികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. ഞാനൊരു 10ൽ ഒരു 9.5 മാർക്ക് എന്തായാലും കൊടുക്കും. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ്, നല്ല കൊടുക്കുന്ന പൈസക്ക് നല്ല വേർത്തായിട്ടുള്ള, നമ്മൾ ഒരിക്കലും ആ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അയ്യോ വെറുതെ ആയിപ്പോൾ വാങ്ങിയത് എന്നുള്ളത് ആ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവില്ല. അത്രയ്ക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത നമ്മളെ പ്രൊഡക്റ്റ്, നമ്മളെ ഏഴാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ വരുന്ന 1 ലിറ്ററിൻ്റെ ഓയിൽ ഡിസ്പെൻസർ ബോട്ടിലാണ്. അപ്പോൾ ഇതിന് 89 കേട്ടോ വില വരുന്നത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലിനാണ് 89 വില വരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ വാങ്ങാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ. പെട്ടെന്ന് ഓയിലൊക്കെ ആകുമ്പം പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തിരക്കിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ വർക്കിംഗ് വുമൻസ് ഒക്കെ ആണെങ്കിൽ തിരക്കിട്ടൊക്കെ യൂസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ വീണ് പൊട്ടിപ്പോകുന്നുള്ള പേടിയുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ, ഈ ഒരു മോഡലിലുള്ള ബോട്ടിൽ വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. 89 രൂപയെ വരുന്നുള്ളൂ.
അപ്പോൾ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് ഇതാ 8ാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐസ് ട്രേ ആണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിലിക്കൺ ബേസ് ആണ് ഇതിൻ്റെ താഴത്തെ ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പോപ്പപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഐസ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അധിക സിറ്റുവേഷനിലും നമുക്ക് അറിയില്ലേ, കുറേ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഇങ്ങനെ വിരുന്നുകാരൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വേഗം ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഐസിൻ്റെ ആ ഒരു ട്രേന്ന് ആ ഒരു ക്യൂബും കൊണ്ട് താഴോട്ട് പോകില്ല. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ ഉള്ള പ്രൊഡക്റ്റാണ്. 88 ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ആളെന്ന് പറയുന്നത് ഇതാ സിലിക്കൻ്റെ ബോട്ടിൽ ക്ലീനറാണ് കേട്ടോ. സിലിക്കൺ ഹെഡായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പിലുള്ള ബോട്ടിൽ ക്ലീനറാണ്. അപ്പോൾ ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിലിക്കൺ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോട്ടിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വില വരുന്നത് 35 റുപ്യ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മളെ വീട്ടിലേക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഗതിയാണ് അല്ലേ ബോട്ടിൽ ക്ലീനർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായി ഈ ഒരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹീറ്റ് ഹോൾഡറാണ്. സിലിക്കൻ്റെ ഹീറ്റ് ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ഇതുപോലെ കയ്യിലിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈസിലി പാത്രങ്ങളൊക്കെ ചൂടുള്ള പാത്രങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 79 കേട്ടോ. അപ്പോൾ ഇത് സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് 79 വരുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൽ അവൈലബിൾ ആണ്. അതിന് പിന്നെ 30, 40, 50 ഒക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷേ ഈ സിലിക്കൻ്റെതാകുമ്പോൾ പ്ലാസ്റ്റിക് കയ്യിലിട്ടിട്ട് ചൂടുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? സംഗതി ഇതുപോലെയൊക്കെ ആയിരിക്കും കാണാനുണ്ടാവും. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അമിളി പറ്റിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഇത് നല്ല അടിപൊളി സിലിക്കൺ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എന്നാൽ പിന്നെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് വാങ്ങണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു സാധനം കൂടിയാണ്. ഇപ്പം നമ്മൾ കിച്ചണിൽ നിന്നിട്ട് മീനൊക്കെ വൃത്തിയാക്കണ സമയത്ത് ഉറപ്പായിട്ട് എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു തൂളിന്നാണ് കേട്ടോ ഞങ്ങളങ്ങോട്ട് പറയാം. ആ മീനിൻ്റെ മേലുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഓരോ നാട്ടിലേക്ക് ഓരോ രീതിയായിരിക്കും അല്ലേ. അപ്പം ഞങ്ങളങ്ങോട്ട് അതിന് തൂളിന്നാണ് പറയാം. അപ്പോൾ അത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ മീൻ ആ ഒരു തൂളിയൊക്കെ പോക്കി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പീലറാണ്. പീലർ എന്ന് പറയല്ലേ, പീലറാണ് എൻ്റെ ഈ കയ്യിലുള്ള ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 65 റുപ്യാണ് കേട്ടോ. ഈ ഒരു ഫിഷ് സ്കെയിൽ സ്ക്രാപ്പർ എന്നാണ് ഇതിൻ്റെ പേര് വായിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പേര്. 65 റുപ്യാണ് ഇതിന് വരുന്നത്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യണ സമയത്ത് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളും പറയട്ടെ. ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അത് ഉപയോഗിച്ചിട്ട് പറയാം. സംഗതി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പൊട്ടറ്റോ മാഷറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്യിലില്ലേനി സംഗതി ഇത് എനിക്ക് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതങ്ങനെ മറന്നു പോകും. വാങ്ങാനുള്ള സമയം ആകുമ്പോഴത്തേക്ക് അതങ്ങനെ വിട്ടു പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അത് ആ ഉരുളക്കിഴങ്ങ് ഉടയ്ക്കാനുള്ള ആ ഒരു സമയത്തായിരിക്കും ഓർമ്മ വരാവും. അതുണ്ടെങ്കിൽ വേഗം സിമ്പിളായിട്ട് കഴിയുന്ന പരിപാടിയിൽ നിന്ന്. അപ്പോൾ നമ്മളെ കിച്ചണിലുള്ള വർക്ക് ഈസി ആക്കാനുള്ള ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ പൊട്ടറ്റോ മാഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 45 കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് പീലറാണ് കേട്ടോ. സ്മാർട്ട് പീലർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. പേര് പോലെ തന്നെ നല്ല സ്മാർട്ട് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പീലർ നമ്മൾ സാധാരണ പീലർ പോലെയല്ല. നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കാണുമ്പം സ്ക്രീൻഷോട്ട് കൊടുത്തത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ ആ ഒരു പീൽ ചെയ്തതിൻ്റെ വേസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം നമുക്ക് വേറെ സ്ഥലത്ത് കച്ചറയാവേ ഒന്നുമില്ല. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്കൊരു വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട് ആയാലും നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കുറേ ആൾക്കാർ ഒരു പീലർ വാങ്ങുന്ന പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പീലർ കിട്ടിയിരിക്കണേ. അപ്പോൾ അടിപൊളി സെറ്റപ്പാണ് സംഗതി. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കട്ടോ. പിന്നെ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ താരങ്ങളായിരിക്കുമല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ നമ്മളെ വ്ളോഗിലാണെങ്കിലും ഞാൻ കാണിക്കണ്ട കേട്ടോ. അടുത്ത സംഗതി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഹോൾഡറാണ്. നമ്മൾ ഈ ചൂലും മോപ്പൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. അപ്പോൾ അതിൻ്റെ 2 പീസാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തിൻ്റെ ഓർഗനൈസറാണ് അത് എന്നുള്ളത് മനസ്സിലാവും. ഇത് ഒരു ഹോൾഡറിൻ്റെ വില എന്ന് പറയുന്നത് 42 കേട്ടോ. അപ്പോൾ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് 15ാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്സിൻ്റെ ഇങ്ങനത്തെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ. 11 പീസുള്ള ഇങ്ങനത്തെ സെറ്റായിട്ടാണ് മെഷറിംഗ് കപ്പ് സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ബേക്കിങ്ങിൻ്റെ ആൾക്കാർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന സാധനമല്ല കേട്ടോ. നമ്മളിപ്പോൾ അധികം ആൾക്കാരും വീഡിയോസ് യൂട്യൂബിൽ റെസിപ്പി വീഡിയോസൊക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിലൊരു കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്ന ആ ഒരു മെഷർമെൻറ്റ് തന്നെ എടുക്കേണ്ട റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐറ്റം നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ 47 ഉറുപ്പ്യേ ഉള്ളൂ. അത്യാവശ്യം
നല്ല ക്വാളിറ്റി സാധനം, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് സാധനം തന്നെയാണ്. അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് ഇതാ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലേ കുൽഫി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കുൽഫി മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കുൽഫി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുൽഫി മേക്കറിൻ്റെ മോൾഡിൽ 6 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 6 എണ്ണം ഉണ്ടാക്കാം, ഒരൊറ്റ ട്രിപ്പിൽ നമുക്ക് 6 എണ്ണം വെച്ചുണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു 6 എണ്ണം വരുന്ന ഈ ഒരു മോൾഡിൻ്റെ വില വരുന്നത് 89 അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വ്ളോഗിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സീലറാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം ആൾക്കാർക്കും അറിയായിരിക്കും അല്ലേ. നമ്മൾ ഈ സ്നാക്സോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ റീഫിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന പാക്കൊക്കെ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലിപ്പ് ടൈപ്പിൽ വരുന്ന സീലറാണ് ഇത്. ടോട്ടൽ 18 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ. 45 ഉറുപ്പ്യക്കാണ് നമുക്കിത് കിട്ടുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അടുത്ത പ്രൊഡക്റ്റും നമുക്ക് ഇതുപോലെ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ പാത്രത്തിനും ഒന്നും മൂടി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കണം. അപ്പോൾ ഇത് മൈക്രോവേവ് അതുപോലെ തന്നെ റെഫ്രിജറേറ്റഡ് സേഫ് ആയിട്ടുള്ള ലിഡാണ്, സിലിക്കണിൻ്റെ ലിഡാണ് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് സിലിക്കണാണ്. സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ലിഡ് 6 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. 6 എണ്ണത്തിൻ്റെ സെറ്റിന് 139 പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിലിക്കയുടെ നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇതും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഈ ലീക്ക് പ്രൂഫ് ഒന്നല്ല, പക്ഷേ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് മൂടി വെക്കാൻ പറ്റും. നമുക്ക് എല്ലാ പാത്രത്തിനൊന്നും ഈ പറഞ്ഞ പോലെ മൂടിയൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും സെർവൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സിലിക്കൻ്റെ ലിഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് മൂടി വെക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ബ്രഷാണ്, സിലിക്കണിൻ്റെ ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രഷായിട്ട് സാധാ ബ്രഷായിട്ട് വാങ്ങാൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഈ പാറ്റിയോ പല്ലിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നത് തൊടുന്നുള്ള ആ ഒരു ടെൻഷനൊന്നുമില്ല. ഇതുപോലെ കവർ ചെയ്ത് വെക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം, ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 89 കേട്ടോ. അത് നല്ല ക്വാളിറ്റി സിലിക്കൺ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് 89 വരുന്നത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തത് നമ്മളെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് വരുന്നത് ജാർ സിബ്ബർ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. 1 ലിറ്ററിൻ്റെ ഉണ്ട്, 150 ml ഉണ്ട്, 500 ml ഉണ്ട്, അങ്ങനെ പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ 150 ml വരുന്നത് 11 ഉറുപ്പ്യക്കാണ്. ഒരു ജാർ സിബ്ബറിൻ്റെ പൈസയാണ് കേട്ടോ 11. പിന്നെ 1 ലിറ്ററിൻ്റെ വരുന്നത് 19. അപ്പോൾ ഇത് നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് ആ ഒരു സൈസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ സിപ്പ് ലോക്ക് പോലെ എയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ സിപ്പ് ലോക്ക് പോലെയാണ് ഈ ഒരു ഇത് വരുന്നത്. ഒരു ജാറിൻ്റെ ഷേപ്പിലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ നട്ട്സ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കസൂരി മേത്തി, പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് കുറേ കുപ്പികളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ സ്ഥലം പോണ ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഒരു ജാർ സിബ്ബറിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്ഥലവും ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നട്ട്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എന്ന് വിചാരിച്ച കുറച്ച് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് എടുത്ത് പറയുമ്പോഴും നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങളെ അടുക്കളയ്ക്ക് ഇത് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ച ഈ പ്രൊഡക്ട്സ് മാത്രമല്ല, ഇവരെ സ്റ്റോറിൽ ഗ്രോ സ്റ്റോറിൽ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ്, ഇനിയും ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒരാഴ്ച തന്ന പ്രൊഡക്ട്സ് ഞാൻ നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്ട്സ് വാങ്ങണേൽ വില കുറച്ച് വാങ്ങണേൽ മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് റീസെൽ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്നെ കൊണ്ടൊന്നിനും ആവില്ല അല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ റീസെൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് ഈ സംഗതികളൊക്കെ റീസെൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അതിലൊരു വിജയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടുള്ളവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നേരിട്ട് പോയി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവരെ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ തലശ്ശേരിക്ക് അടുത്താണ് ഇവരെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇതുപോലെ റീസെൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഓരോമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് ചോദിച്ച് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട്
ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.